ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൈപ്പിംഗ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചുരിദാറിൻ്റെ ആണെങ്കിലും ബ്ലൗസിൻ്റെ ആണെങ്കിലും നെക്കിൽ എങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് സെയിം പീസ് തന്നെ ക്രോസ് പീസ് എടുത്തിട്ടാണ് പൈപ്പിംഗ് ചെയ്യുന്നത്. ത്രെഡ് പൈപ്പിംഗ് അല്ല, സാധാ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യുന്ന പൈപ്പിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ ക്രോസ് പീസ് തിരിച്ചും മറിച്ചും നമ്മൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ക്രോസ് പീസിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കൈ വെച്ചിട്ട്. എന്നിട്ട് വൺ സൈഡ് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഒരേ അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതൊരു ജോർജറ്റ് തുണി ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ പതുക്കെ ഈ തുണിയുടെ ആ ഒരു ബുദ്ധിമുട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് പതുക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് കോട്ടൺ പീസൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ജോർജറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ ക്രോസ് പീസ് ഞാൻ വൺ സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കണം. ക്രോസ് പീസ് ഒരേ അളവിലായിരിക്കണം. എന്നിട്ട് ഇതുപോലെ നെക്കിൽ ഞാൻ വെച്ച് കൊടുക്കാൻ പോവാണ്. ഇതൊരു റൗണ്ട് നെക്കാണ്. അപ്പോൾ അതിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പീസിൻ്റെയും ക്രോസ് പീസിൻ്റെയും അതായത് നല്ല വശവും ചേർത്ത് വേണം വെക്കണമെങ്കിൽ. എന്നിട്ട് ഇതുപോലെ പതുക്കെ ഒരേ തയ്യൽ തുമ്പ് ഒരേ അളവിലെടുത്തിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട്. പിന്നെ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്രോസ് പീസ് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കണം, ലൂസാക്കി കൊടുക്കരുത്. നമ്മൾ ക്രോസ് പീസ് നെക്കിൽ ചെയ്യുമ്പോൾ ഞാൻ ലൂസാക്കി കൊടുക്കാനാണ് പറയുക. അത് പൈപ്പിങ്ങിനല്ല, അല്ലാതെ നമ്മൾ ക്രോസ് പീസ് വെക്കുമ്പോൾ നമ്മൾ പൈപ്പിംഗ് ചെയ്യുമ്പോൾ ക്രോസ് പീസ് വലിച്ചു കൊടുക്കണം. എങ്കിലേ നമുക്കത് ഉരുണ്ട് കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അത് പിരിഞ്ഞ് നിൽക്കും. അപ്പോൾ അത് പിരിയാതിരിക്കാനാണ് നമ്മൾ വലിച്ചെടുക്കുന്നത്. പിന്നെ ഇതുപോലെ പീസ് ഉള്ളിലോട്ടാക്കി മടക്കി ഒരേ അളവിൽ നമ്മൾ ഈ മടക്കുന്ന പീസും നമ്മളുടെ ഈ അടിക്കുന്ന പീസിൻ്റെ സെൻറ്റർ ഉണ്ടാവില്ല, ആ സെൻറ്ററിലൂടെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരേ അളവിൽ നമ്മൾ ഈ മടക്കുന്ന പീസ് ക്രോസ് മടക്കുമ്പോൾ ഒരേ അളവിലായിരിക്കണം. ഒരേ അളവിൽ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലോട്ടാക്കിയിട്ട് ഉരുട്ടി നല്ല വൃത്തി പോലെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടുള്ളൂ. സ്പീഡിൽ ചെയ്യരുത്. അതേപോലെ സ്റ്റിച്ച് ഇടുമ്പോൾ ഈ സെൻറ്ററിലൂടെ തന്നെ സ്റ്റിച്ച് ഇടണം. എങ്കിൽ നമ്മളുടെ പൈപ്പിംഗ് ത്രെഡ് പൈപ്പിംഗ് ചെയ്തതുപോലെ ഉണ്ടാവും. ആ ത്രെഡ് പൈപ്പിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾക്ക് മടക്കിയെടുത്താൽ കറക്റ്റായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇതുപോലെ പതുക്കെ ഞാൻ പറഞ്ഞു തന്നതുപോലെ പൈപ്പിങ്ങിൻ്റെ പീസൊക്കെ ഒന്ന് നമ്മൾ വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ വൃത്തിയായിട്ട് എല്ലാവർക്കും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.